കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു BM ആയിട്ടാണ് വന്നത്. BM 520D 2012 മോഡൽ വണ്ടി, നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിരുന്ന വണ്ടി. അതുകൂടാതെ തന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ഇരിക്കുന്ന വണ്ടിയാണ്. വണ്ടി നമ്മൾ എല്ലാ ഭാഗങ്ങളും വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, ടയർ കണ്ടീഷൻ എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കൂടെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൂടി തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വാഹനം കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണ വാഹനം 2012 മോഡൽ BM ആണ്. BM 520D ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വാഹനത്തിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനം പക്ക ക്വാളിറ്റി ചെയ്യുന്ന വണ്ടിയാണ്. ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. വണ്ടിയുടെ സൈഡും അതേപോലെ തന്നെ റിയർ ഭാഗവും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു റിയർ പോർഷൻ കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ ഈ സൈഡ് നോക്കിയേക്കാം. സൈഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സൈഡ് പോർഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡിലായാലും അത് നീറ്റായിട്ട് നിൽക്കുന്നു. 2 ഡോറ് നോക്കാം, ക്വാളിറ്റി തന്നെ നിൽക്കുന്ന ഡോറ് കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഫ്രണ്ട് പോർഷൻ ആയാലും ഇവിടെ ഒരു ഫ്രഷ് വാഹനം കാണുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ വാഹനം കാണുമ്പോൾ തോന്നുന്നത്. അതേപോലെ തന്നെ ടോപ്പ് വ്യൂ നോക്കാം. ടോപ്പ് വ്യൂ ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ടോപ്പ് വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വീലാർസ് നോക്കാം. വീലാർസ് ആയാലും നീറ്റായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് കൊണ്ട് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് നോക്കാം. അലോയ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് കിട്ടുന്നുണ്ട്. നമുക്കിവിടെ ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഇവിടെ ലിഡിലൊക്കെ നോക്കാം. ലിഡിലായാലും നല്ല നീറ്റായിട്ട് ഇങ്ങനെ ലിഡ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ലാമ്പായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ലോവറിലേക്ക് വരാം. ഇവിടെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ വീലാർസിലേക്ക് പോകാം. ഈ വീലാർസും നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പിങ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സും നമുക്കിവിടെ കാണാൻ പറ്റും. സൈഡിൽ നമുക്കിവിടെ ചെറിയ ഇൻസേർട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ 2 വിൻഷീൽഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇവിടെ 2 ഡോറ് നോക്കാം. 2 ഡോറും നീറ്റായിട്ട് കാണാൻ പറ്റും. ഇവിടുത്തെ വീലാർസിലേക്ക് വരാം. ഈ വീലാർസും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പിങ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിനി ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വിൻഷീൽഡ് നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന വിൻഷീൽഡ് കിട്ടുന്നുണ്ട്. അതേപോലെ ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് 520Dയുടെ ബാഡ്ജിങ് നമുക്ക് കിട്ടുന്നുണ്ട്. താഴെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡ്യുവൽ സൈലൻസറും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ബട്ടർ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വരാം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വീലാർസിലേക്ക് വരാം. ഈ വീലാർസ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് കൊണ്ട് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സും നമുക്കിവിടെ കാണാൻ പറ്റും. 2 വിൻഷീൽഡ് നമുക്ക് നോക്കാം. ഇവിടുത്തെ ഡോറായാലും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡോർസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഇൻറ്റീരിയേഴ്സിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. 2 കീ വന്നേക്കണം. അപ്പോൾ നമ്മൾ ഡോർ നോക്കുമ്പോൾ ഇവിടെ ഡോർ പാഡ്സ് വളരെ നീറ്റായിരിക്കും ഡോർ പാഡ്സ് കിട്ടുന്നുണ്ട്. വിൻഡോസും കാര്യങ്ങളൊക്കെ നോക്കാം. വിൻഡോസും നമുക്കിവിടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. ORM കൺട്രോൾ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൽ ഇൻറ്റീരിയേഴ്സ് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സ് കിട്ടുന്നുണ്ട്. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിന്നുള്ള വാഹനത്തെ വ്യൂ നോക്കാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബാക്കിയുള്ള കൺട്രോൾസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ബാക്കിയുള്ള ഓട്ടോമാറ്റിക്കിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പ്ലാറ്റ്ഫോം നോക്കാം. പ്ലാറ്റ്ഫോം ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. ഡോർ പാഡ്സും നല്ല വൃത്തി തന്നെ ഡോർ പാഡ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഫ്രീയുള്ള സീറ്റ്സും ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു. റൂഫ് നോക്കാം. റൂഫ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. സൺറൂഫും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനൊപ്പം തന്നെ വരുന്നുണ്ട്. ഇനി നമുക്ക് വാഹനം ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ കിലോമീറ്റേഴ്സ് എത്രയാണെന്ന് നോക്കിയേക്കാം. കിലോമീറ്റേഴ്സ് നോക്കുമ്പോൾ നമുക്ക് അറൗണ്ട് വാഹനം കവർ ചെയ്ത് വെക്കുന്നത് എത്രയാണ് 75,925 കിലോമീറ്റേഴ്സ് വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ ഒന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇനി നെക്സ്റ്റ് അടിക്കാം. അതിന് ശേഷം ഇതിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് വായിക്കാം. പാസഞ്ചർ സൈഡിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ഡോർ ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്ത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഡോർ പാഡ്സ് ആയാലും നല്ല നീറ്റായിട്ട് ഡോർ പാഡ്സ് കിട്ടുന്നുണ്ട്. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് വിത്ത് 3 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ആം റെസ്റ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ മിഡിലിൽ നമുക്ക് ഇഷ്ടം പോലെ ലെഗ് റൂമായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ സ്പേസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്കിൻ്റെ എൻജിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളും ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ഞാൻ ജസ്റ്റ് ലിഡൊന്ന് അപ്പ് ചെയ്യട്ടെ. നിങ്ങളപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു എൻജിൻ റൂം.
വളരെ നീറ്റായിട്ടിങ്ങനെ എഞ്ചിൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ലീക്കേജ് കാര്യങ്ങളൊക്കെ സ്പോട്ട് ചെയ്യാം. കേട്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന എഞ്ചിൻ റൂം നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ലീക്കേജ് കണ്ടെങ്കിൽ നമുക്ക് സ്പോട്ട് ചെയ്യാം. ക്യാമറ ഒന്ന് പോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വിശദമായിട്ട് അറിയാൻ പറ്റും. അതേപോലെ എഡ്ജസ് നോക്കാം. എഡ്ജസ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഈ ഒരു പോർഷൻ നോക്കാം. നമുക്കിവിടെ ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ എൻജിൻ റൂമിൽ നിന്ന് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. ഇഷ്ടം പോലെ ബൂട്ടാണ് നിങ്ങൾ ഈ സ്പേസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, പിന്നെ വാഹനം നല്ല ക്ലീനാണ്, നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. അതേപോലെ നമുക്കിനി എഡ്ജസ്റ്റിലേക്ക് വരാം. എഡ്ജസ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കേട്ടോ, അതേപോലെ നമുക്ക് ഇനി ലിഡിലേക്ക് പോകാം. ലിഡായാലും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ലിഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിന് ഇൻറ്റീരിയേഴ്സിൽ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ റേറ്റിംഗ് കാര്യം സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2012 മോഡലാണ് 520D BM. പിന്നെ മാത്രമല്ല സെക്കൻഡ് ഓണർഷിപ്പ് ഇരിക്കുന്ന വണ്ടിയാണ്. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയത് ജസ്റ്റ് പോയിട്ട് നോക്കിയത്. കാരണം എവിടെയൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ വീഡിയോ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലക്ഷറി വാഹനങ്ങളുടെ ഒരു കാലഘട്ടമുണ്ട്. ലക്ഷറി വാഹനങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ട് നമ്മൾ പുതിയ വാഹനം എടുക്കാൻ പോകുന്ന ആൾക്കാർ ആ ഒരു പ്രൈസിൽ നല്ല കലക്കൻ ലക്ഷറി വാഹനങ്ങൾ സ്വന്തമാക്കിയിട്ട് ഉപയോഗിക്കുന്ന ട്രെൻഡാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വാഹനം അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയ വാഹനങ്ങളെല്ലാം ആ ഒരു കാറ്റഗറി തന്നെ പെടുന്നത്. ഇപ്പോൾ ഇതിന് മുമ്പ് ഔഡി വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ BM ബെൻസുകളെല്ലാം ഞാൻ ഇതിന് മുമ്പ് തന്നെ പരിചയപ്പെടുത്തി പോയിട്ടുണ്ട്, ജാഗ്വാർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ റേഞ്ചിൽ തന്നെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ റേറ്റ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 16 ലക്ഷം രൂപയാണ്. 16.57 lakhs നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ എൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വോയിസ് അയക്കാം, ടെക്സ്റ്റ് ചെയ്യാം, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിക്കല്ല, വോയിസ് ഇട്ടേക്കാം. എനിക്കാണെങ്കിൽ വോയിസ് ഇട്ടേക്കാം, ഞാൻ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പോൾ ഈ ഒരു വാഹനം സ്വന്തമാക്കണമെങ്കിൽ എറണാകുളം ജില്ലയിലെ ആലുവയിലാണ് ഈ വാഹനം കിടക്കുന്നത്. മെട്രോ പില്ലർ നമ്പർ 150 നേരെ ഓപ്പോസിറ്റ് ഈ വാഹനം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.